ഹായ് ഹലോ നമസ്കാരം. ഈ ചാനലിലൂടെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി യാതൊരുവിധ ബ്രോക്കർ ഫീസും ഇല്ലാതെ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായെന്ന പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ പലരും വാടകയ്ക്ക് റെസിഡൻഷ്യൽ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനുമായി ബിൽഡിങ്ങുകളും വീടുകളൊക്കെ എടുക്കാറുള്ളവയാണ്. അപ്പോൾ അതായത് നമ്മൾ വാടക വീടുകൾ എടുക്കാറുണ്ട്, അതുപോലെ തന്നെ കടമുറികൾ എടുക്കാറുണ്ട് വാടകയ്ക്ക്, അതുപോലെ പാട്ടത്തിന് സ്ഥലങ്ങൾ എടുക്കാറുണ്ട്, കൃഷിക്കും മറ്റും പാട്ടത്തിനും സ്ഥലങ്ങൾ എടുക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ വാടക കരാർ ആധാരമാക്കി വസ്തുക്കളും മറ്റും എടുക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. അപ്പോൾ അവർക്ക് പലർക്കുള്ള സംശയങ്ങളാണ് അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അതായത് രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ട് പല കൺഫ്യൂഷൻസും അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വാടക കരാർ ആധാരമാക്കി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്, എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത്, അത്തരം വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമാണ് നമുക്കത് കൃത്യമായി മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള അറിവുകൾ പൂർണ്ണമാവുന്നത് അത് മുഴുവൻ കാണുമ്പോഴാണ്, അല്ലേ? അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മുഴുവൻ കാണുമ്പോഴാണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, വാടകയ്ക്ക് വീടുകളും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി കടമുറികളും മറ്റും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഏപ്രിൽ 1 2024 ഏപ്രിൽ 1 ഈ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഗവൺമെൻറ് എല്ലാ കാര്യത്തിനും ഫീസ് കൂട്ടിയിട്ടാണുള്ളത്. ഇപ്പോൾ കോടതി കാര്യങ്ങളിലായാലും മറ്റ് കാര്യങ്ങൾക്കായാലും എന്താണ് നല്ല രീതിയിലുള്ള ഫീസ് വർധനവ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ ഇനത്തിലും നല്ല രീതിയിൽ ഫീസുകൾ കൂടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഇൻക്രീസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് ആണ് എന്ത് കാണുന്നത്, ഈ രജിസ്ട്രേഷൻ രംഗത്തും ഫീസ് ഇനത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇന്ന് പലർക്കും എന്താണ് കൃത്യമായ അറിവില്ല. അതായത് ഈ രജിസ്ട്രേഷൻ ഫീസ് കൂടിയതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫീസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു അറിവ്, കൃത്യമായ ഒരു ധാരണ ഇന്ന് പലർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എടുക്കുന്ന വാടക മുറിയായാലും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീടുകളായാലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കടമുറികളായാലും പാട്ടത്തിന് നമ്മൾ എടുക്കുന്ന വസ്തുക്കളായാലും നമ്മൾ എന്താണ് ഒരു രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താണ് രജിസ്ട്രേഷൻ നടത്തുന്നത് എപ്പോഴാണ്, നമ്മളൊരു രജിസ്റ്റേർഡ് ആയി ഇത്തരം മുറികളും പാട്ടത്തിന് സ്ഥലങ്ങളൊക്കെ എടുക്കുന്നത് 1 വർഷത്തിന് മേലെ കരാറുകളിൽ ഏർപ്പെടുമ്പോഴാണ്. അതായത് 1 വർഷത്തിന് മേലെയുള്ള കരാറുകൾക്കാണ് നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഹ്യൂജ് എമൗണ്ടിലുള്ള ഒരു രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് കൊടുക്കാൻ മടിച്ചുകൊണ്ട് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ്, 11 മാസത്തേക്കും 12 മാസത്തേക്കൊക്കെ കരാർ എഴുതും. അപ്പോൾ 12 മാസം എന്ന് പറയുമ്പോൾ 1 വർഷം. 1 വർഷത്തിൽ പ്രശ്നമില്ല, നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 1 വർഷത്തിന് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത്രയും ഹ്യൂജ് എമൗണ്ടിലുള്ള ഒരു രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കാൻ വേണ്ടി പലരും ചെയ്യുന്നതാണ് 11 മാസത്തേക്കും 12 മാസത്തേക്കൊക്കെ കരാർ എഴുതി 200 രൂപ പത്രത്തിൽ ഈ കരാർ ഉടമ്പടി നടത്തുന്നത്. 200 രൂപ പത്രത്തിലാണ് അവർ ഇത്തരം കരാറുകൾ 1 വർഷത്തിന് താഴെ നടത്തുന്ന അല്ലെങ്കിൽ 1 വർഷത്തിൽ നടത്തുന്ന കരാറുകൾ എഴുതി സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ 200 രൂപ ആണ് അതിന് പത്രത്തിന് വരുന്ന വില. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. കാരണം 1 വർഷത്തിന് മേലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് എമൗണ്ടിലുള്ള ഒരു രജിസ്ട്രേഷൻ ഫീ ഈടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പലരും ചെയ്യുന്നത്. എന്നാൽ അത്തരക്കാരെ അറിയാത്ത പോയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ 1 2024 മുതൽ എല്ലാത്തിലും സർക്കാർ വില കൂട്ടിയതുപോലെ എല്ലാ കോടതി കാര്യങ്ങളിലും മറ്റും നല്ല രീതിയിലുള്ള ഇൻക്രീസിങ് ഇൻ ടാക്സ് ആയാലും എല്ലാം കൂടിയിട്ടുള്ളത് പോലെ തന്നെയാണ് ഈ 200 രൂപ പത്രത്തിന് ഇപ്പോൾ യാതൊരുവിധ വിലയുമില്ല. അപ്പോൾ 500 രൂപ പത്രത്തിലാണ് നമ്മൾ 1 വർഷത്തിന് താഴെയുള്ള കരാറുകൾ എഴുതേണ്ടത്. ഇപ്പോൾ 200 രൂപ പത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലില്ല. ഈ കാര്യം പലരും അറിഞ്ഞു കാണില്ല. അപ്പോൾ 500 രൂപ പത്രത്തിലാണ് 1 വർഷം അതിന് താഴെയുള്ള കരാറുകൾ എഴുതി സൂക്ഷിക്കേണ്ടത്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു ന്യൂനത അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഈ നമ്മൾ 1 വർഷത്തിന് മേലെ നമ്മൾ രജിസ്ട്രേഷൻ വേണ്ടതുകൊണ്ട് 1 വർഷത്തിന് താഴെയുള്ള കരാറുകളാക്കി ഇതുപോലെ 200 രൂപ, ഇപ്പോൾ ഇത് 500 പത്രത്തിൽ എഴുതുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിതിനൊന്നും നിയമസാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കോടതിയിൽ എന്തെങ്കിലും ഇപ്പോൾ വാടക
അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. ഒരു വാടകയുടെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ കോടതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, കോടതിയിൽ നമുക്ക് നമ്മുടെ വിധി നേടിയെടുക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിനെന്താണ്, ഇത്തരം 200-500 രൂപ പത്രങ്ങളിൽ എഴുതുന്ന ഇതിനൊന്നും എന്തില്ല, ഒരു കോടതി അംഗീകാരം അല്ലെങ്കിൽ എന്താണ് നിയമ വാല്യൂ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ആരുടെ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വാടക എടുക്കുന്നവർക്കാണ്. കാരണം എന്താ, വാടക കൊടുക്കുന്നവർക്ക് ഓൾറെഡി എന്താണ്, അവർക്ക് എന്തുണ്ട്, അവരുടെ എന്താണ് ആധാരമുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ പേരിൽ തന്നെയുള്ള സ്വത്തുക്കളാണല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തൻ്റേതാണ് അല്ലെങ്കിൽ തനിക്കുള്ളത് പ്രൂഫ് അവരുടെ കയ്യിലുണ്ട്. എങ്കിലും എന്താണ്, എന്തെങ്കിലും ആവശ്യത്തിന് കോടതി പോകുമ്പോൾ, അതായത് വാടകക്കാരനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർക്കത് കോടതിയിൽ പോകുമ്പോൾ അതൊരു വിഷയമായിരിക്കും. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഇങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലാതെ നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്, അതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടുതൽ ഏൽക്കുന്നത് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്, 200 രൂപ പത്രം ഇപ്പോൾ ഇല്ല, 500 രൂപയാണ് ഇപ്പോൾ ആ പത്രത്തിനും വില വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വർഷത്തിന് മേലെ ഉള്ളത് ഞാൻ പറഞ്ഞു എന്താണ്, നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ഉയർത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മുമ്പൊക്കെ പലരും ചെയ്യുന്ന ഒരു കാര്യം, പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എന്താണ് ഇത്, എന്താണ് ന്യായവില ഫെയർ വാല്യൂ കുറച്ച് എഴുതിയിട്ട് ഒക്കെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താറുണ്ട്. അതുപോലെ എന്താണ് ഈ കരാറിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സമയത്ത് അതിൻ്റെ മുദ്രപേപ്പറിലൊക്കെ എന്താണ് കുറഞ്ഞ വില കാണിച്ചുകൊണ്ട് കരാറുകൾ നടത്താറുണ്ട്. അതായത് പണ്ടൊക്കെ നടന്നു വന്നത്, അതായത് ഈ രജിസ്ട്രേഷൻ നടന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വാടക കരാറാണല്ലോ, ഇപ്പോൾ ഒരു വർഷത്തേക്ക് എടുക്കുന്ന വാർഷിക വാടകയുടെ 10% രജിസ്ട്രേഷൻ ഫീസായിട്ട്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് വെച്ചാൽ 8% സ്റ്റാമ്പ് ഫീയും അതുപോലെ ബാക്കി 2% രജിസ്ട്രേഷൻ ഫീയും. ഇനി മുതൽ ശരിക്കും പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടി വരുന്നത് ഈ ഒരു അവസ്ഥയിലല്ല, അല്ലെങ്കിൽ ഈ ഒരു തോതിലല്ല. നമ്മുടെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ 10% നമ്മൾ രജിസ്ട്രേഷൻ ഫീ വാടക കരാറ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അടയ്ക്കേണ്ടി വരുന്നത്. അതായത് നമ്മുടെ വസ്തു ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടി ഒരു കടമുറി കൊടുക്കുകയെന്ന് കരുതുക. അപ്പം നമ്മൾ കടമുറി കൊടുക്കുമ്പം അല്ലെങ്കിൽ എന്താണ് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഒരു വീട് കൊടുക്കുന്ന സമയത്ത് എന്താണ് അതിന് മുറ്റം ഉണ്ടാവും, മതിലുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആ വീട് മാത്രം അല്ലെങ്കിൽ കടമുറി മാത്രം കൊടുക്കണം എന്നല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് മുറ്റമൊക്കെ നമ്മൾ വിട്ടു കൊടുക്കുമല്ലോ അവർക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ആ മുറ്റും ഒക്കെ ടോട്ടലായിട്ട് ആ വസ്തുക്കളുടെ മൊത്തത്തിലുള്ള ഫെയർ വാല്യൂ കണക്കെടുത്തിട്ട് അതിൻ്റെ 10% ഇപ്പോൾ എന്ത് വരുന്നത്, രജിസ്ട്രേഷൻ ഫീസായിട്ട് കുറക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ ഫീസായി നമ്മളിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത പോലെ വാർഷിക വാടകയുടെ 10% അല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വാർഷിക വാടക കുറച്ചിട്ടൊന്നും എഴുതാൻ പറ്റില്ല. നമ്മുടെ വസ്തുവിൻ്റെ ന്യായവിലയുടെ 10% എന്ന രീതിയിലാണ് എന്താണത് വാടക കരാറിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അതും എങ്ങനെയാണ്, ഒരു വർഷത്തിനും 5 വർഷത്തിനും ഇടയിലുള്ള, അതായത് 5 വർഷം വരെയുള്ള, ഒരു വർഷത്തിന് മുകളിൽ, അതായത് 5 വർഷം വരെയുള്ള വാടക കരാറിനാണ് ഇതുപോലെ നമ്മുടെ ഫെയർ വാല്യൂവിൻ്റെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ 10% എന്ന രീതിയിൽ എന്താ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നത്. അതുപോലെ എന്താണ് 5-നും 10-നും ഇടയിൽ, അതായത് 5 വർഷത്തിനും 10 വർഷത്തിനും ഇടയിലുള്ള കരാറുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20% എന്ന രീതിയിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അതുപോലെ 10-നും 20-നും ഇടയിൽ 30%, 30 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 30 വർഷത്തിലൊക്കെ ആണെങ്കിൽ 50% രജിസ്ട്രേഷൻ ഫീ. അത് പിന്നെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും വർഷം കൂടുന്നതിന് 75, 90. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ന് കൂടുതൽ വർഷത്തിൽ കരാറിൽ ഏർപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വസ്തു വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ രജിസ്ട്രേഷൻ ഫീസ് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളിത് കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കി മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും ഫീസ് വർധനവ് രജിസ്ട്രേഷൻ ഫീസിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. കൃത്യമായ അവയർനെസ് അക്കാര്യത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ 200 രൂപ പത്രമില്ല, 500 രൂപ പത്രമാണ്. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് എന്താണ് ഇത്തരത്തിലാണ് വാടക കരാറുകളിൽ നടത്തുമ്പോൾ ഈടാക്കുന്നത്. അതായത് വർഷങ്ങളുടെ, ഒരു വർഷത്തിനും 5 വർഷത്തിനും ഇടയിലാകുമ്പോൾ നമുക്ക് 10%. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ചില വാടക സ്ഥലങ്ങൾ അല്ലെങ്കിൽ വാടക വീടുകളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് ഒരു മുൻകൂട്ടി നമ്മൾ എന്താണ് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്തും അതും കൂടി കൂട്ടിയിട്ടാണ് എന്താണ്
അതും കൂടി കൂട്ടിയിട്ടാണ് ഫെയർ വാല്യൂ അടിസ്ഥാനത്തിൽ എന്ത് ഈടാക്കുക, രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുക. രജിസ്ട്രേഷൻ ഫീസ് എന്ന് 10% ഞാൻ പറഞ്ഞു. അപ്പോൾ അതെന്താണ്, 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ 2% മറ്റ് ഫീസുകളും, അതായത് രജിസ്ട്രേഷനായ മറ്റ് ഫീയോ, അങ്ങനെയാണ് 10% എന്ത് വരുന്നത്, രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ വർഷം കൂടുന്നതിന്, കരാറിൽ ഏർപ്പെടുന്ന വർഷം കൂടുന്നതിന് രജിസ്ട്രേഷൻ ഫീസിലും എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായ ഇൻഫർമേഷൻ കിട്ടി എന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.